and welcome to Luna's Comedy Super Night. സുരാജേട്ട ഒരു ഹെഡ്ഫോൺ കിട്ടിയെന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഈ മൊബൈലിൽ തന്നെയാണല്ലോ പണി. ഞാൻ മാത്രമാണ്, എല്ലാവരുടെ കയ്യിൽ ഇപ്പം മൊബൈൽ ഫോണല്ലേ. ഈ മലയാളികൾ ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സ്വന്തം അഴിഞ്ഞുപോയ മുണ്ടല്ല തപ്പുന്നത്. ആദ്യം നേരെ മൊബൈൽ എടുക്കും, തപ്പും, നേരെ ഫേസ്ബുക്കിലേക്ക് കയറും, മെസ്സേജ് എങ്ങാനും ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കും. ഇതാണ് മലയാളികളുടെ അവസ്ഥ. ശരിയാട്ടോ, മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്തിനൊക്കെയാണല്ലോ റീപ്ലേസ് ചെയ്തത്. ശരിക്കും ടോർച്ചിന്റെ കഥ കഴിഞ്ഞു, റേഡിയോയുടെ കഥ കഴിഞ്ഞു, ക്യാമറയുടെ കഥ കഴിഞ്ഞു, എഴുത്തുകളുടെ കഥ കഴിഞ്ഞു. ഇനി ഈ മൊബൈൽ ഫോൺ നിങ്ങളുടെ ഭാര്യമാരുടെ ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു. നമ്മളിങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞാലും ഈ മൊബൈൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് അശ്വതി പറഞ്ഞ സത്യമാണ്. പണ്ടൊരു പെൺകുട്ടിയെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഐ ലവ് യു എന്ന് പറയാൻ ഒരുപാട് പാടുപെടണം. അവളുടെ ആങ്ങളെ പേടിക്കണം, അച്ഛനെ പേടിക്കണം, പിന്നെ ലവ് ലെറ്റർ കൊടുക്കുമ്പോൾ നാട്ടുകാർ കാണുന്നുണ്ടോ നോക്കണം. ഇന്നത്തെ അവസ്ഥയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ട് ചെന്നിട്ട് ഒരു മെസ്സേജ് അയക്കുന്നു, ഐ ലവ് യു എന്ന്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ടൊക്കെ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് നടക്കുകയാണെങ്കിൽ നാട്ടുകാരൊക്കെ ഓടിക്കൂടും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ ഭയങ്കര തള്ളായിരിക്കും, പക്ഷെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ്. അയ്യോ, അശ്വസിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. ഇപ്പൊ ആ ഒരു സംഭവം മാറി. ഇപ്പൊ ആക്സിഡന്റ് കാണാൻ ഓടിക്കൂടുന്നവരെല്ലാം അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് ആ ആക്സിഡന്റിൽ വീണ് കിടക്കുന്നവൻ തന്നെ എണീറ്റ് നിന്ന് സെൽഫി അങ്ങോട്ട് ആ അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ മരണ വീട്ടിലും ഇതുപോലെ സെൽഫി എടുക്കുന്ന ഒരു സിസ്റ്റം വരുമായിരിക്കും അല്ലേ? അത് ഉറപ്പാണ്. ഇനി ഈ അവസ്ഥയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ശാന്തിയോ പരികർമ്മയോ ആരാന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ബന്ധുക്കളോടൊക്കെ വിളിച്ച് പറയും, ഹലോ, അതെ, ഇനി മൃതദേഹത്തിന്റെ കൂടെ ആർക്കെങ്കിലും സെൽഫി എടുക്കാൻ ബാലൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ആകട്ടെ, മൃതദേഹം കുഴിയിലേക്ക് വെക്കാൻ പോവാണ്. ഈ ഒരു അവസ്ഥയിലായിരിക്കും ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഈ സെൽഫി കൊണ്ട് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയോ? ചിലരിങ്ങനെ വലിയ കൊക്കയുടെ മുകളിൽ കയറിയിട്ട് സെൽഫി എടുക്കാൻ പോകുന്നു, അതുപോലെ ചിലർ വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുക്കാൻ പോകുന്നു, ചിലർ ഓടി വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ ട്രെയിൻ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് സെൽഫി എടുക്കാൻ പോകുന്നു. ഈ അടുത്തിടെ ഒരാൾ ഒരു മൂർഖമാവിനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് സെൽഫി എടുക്കാൻ പോയിരിക്കുന്നു. ആള് മരിച്ചുപോയി. അത് ആള് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് പാമ്പ് ക്ലിക്ക് ചെയ്തായിരിക്കും. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ സയന്റിസ്റ്റുകൾ പറഞ്ഞു ഈ സെൽഫി എടുക്കാന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. മാനസിക രോഗം? എനിക്കെന്തായാലും അശ്വതി ഇതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല. നമുക്കിന്ന് വരാൻ പോകുന്ന ഗസ്റ്റുകൾ ആരൊക്കെയാണെന്ന് അറിയാലോ? അവരെ വിളിക്കണോ? അവരെ പെട്ടെന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പക്ഷെ അതിന് മുമ്പ് ചേട്ടാ നമുക്കൊരു സെൽഫി എടുത്താലോ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അമേരിക്കൻ ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് യാഥാർത്ഥ്യം. സെൽഫി ഒരു മാനസിക രോഗം. റെഡി? എടുക്കാൻ ഞാൻ റെഡിയാണ്. എന്ന് ഇങ്ങോട്ട് വാ, എനിക്കും ഒരു സെൽഫി എടുക്കണമെന്നുണ്ട്. റെഡി? ചിരിച്ചോളേ. ഇപ്പൊ ഒരാളൊന്നുമില്ല, തോന്നിയതായിരിക്കും. ആ, റെഡി? ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, കിടുക്കൻ സെൽഫി. അല്ല, കലക്കൻ സെൽഫി. ഒരു വടക്കൻ സെൽഫി. ഇത് നമ്മുടെ ആങ്കറാണ് അശ്വതി. അടിപൊളിയായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സുഖമായിട്ടിരിക്കുന്നു. സെൽഫിയുടെ കാര്യം കൂടി പറഞ്ഞു നിർത്തിയപ്പോ തന്നെ സെൽഫിയിലെ ഹീറോ വന്ന് മുന്നിൽ നിൽക്കുന്നു. എന്ത് വേണം? വെറും സെൽഫി അല്ലല്ലോ, ഒരു വടക്കൻ സെൽഫി അല്ലേ? പടം എല്ലാവരും കണ്ടല്ലോ. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം. മിക്ക ഓഡിയൻസും അത് കണ്ടു കഴിഞ്ഞു. ഞാൻ തന്നെ കണ്ട് ചിരിച്ച് അഭിനന്ദിച്ചു. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫോട്ടോ ഒക്കെ ഇട്ട് സുന്ദരനായിട്ടാണല്ലോ. എന്ത് പറ്റി? അതെന്താ, എനിക്ക് നേരത്തെ വളരെ മോശമാണോ? കുളിക്കാൻ പല്ലിക്കാതെ നടക്കുന്ന ആളാണോ ഞാൻ? അതങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു അല്ല. ഞാൻ വിചാരിച്ചേ വന്നിട്ട് എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പുകഴ്ത്തി പറയുന്നു. ഇവിടെ വന്നിട്ട് എന്നെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ചാകാൻ ഞാൻ ഒരുക്കമാണ്. അപ്പൊ മൊബൈലിന്റെ കാര്യമാണ് നമ്മൾ രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ട് വന്നത്. സെൽഫിയുടെ കാര്യം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെയാണല്ലേ?
ഇംഗ്ലീഷുകാരാണ് മൊബൈൽ ഫോൺ ശരിക്കും കണ്ടുപിടിച്ചത് അല്ലേ? അതെ, ഇംഗ്ലീഷുകാരായിരിക്കും. അതെ, ആണ്. പക്ഷെ നമ്മുടെ മലയാളികളാണ് മിസ് കോൾ അടിക്കാൻ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചത്, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ അല്ലേ? എപ്പോഴും എൻ്റെ പെങ്ങന്മാരൊക്കെ വിളിക്കണമെങ്കിൽ അങ്ങോട്ട് സ്ട്രേറ്റ് വിളിക്കില്ല, വെറുതെ മിസ് കോൾ അടിച്ച് നമ്മൾ തിരിച്ചു വിളിക്കണം. നമ്മൾ അങ്ങോട്ട് തിരിച്ച് വിളിക്കണം. എൻ്റെ വീട്ടിലെ അവസ്ഥ തന്നെയാണ്. ആണോ? ചേച്ചി മിസ് കോൾ അടിക്കും, ഞാൻ തിരിച്ച് വിളിക്കും. വൈഫിനെ നമ്മൾ എടുക്കാറില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ ഹോട്ട് ചെയ്തു. അതുപോലെ ഇപ്പൊ എല്ലാവരും ചാറ്റിംഗ് ലാംഗ്വേജ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. മലയാളം അല്ല, ഇംഗ്ലീഷും അല്ല, നമ്മൾ സ്പെല്ലിംഗ് എല്ലാം മറന്നു. ഇംഗ്ലീഷാണ്. മലയാളം നന്നായിട്ട് സംസാരിക്കുന്നവർ മലയാളത്തിൽ ടൈപ്പ് ചെയ്യില്ല, ഇത് ഇംഗ്ലീഷും അല്ല, അങ്ങനെ മംഗ്ലീഷ് രീതിയിലാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ശരിക്കും എൻ്റെ നാട്ടിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. സ്ഥിരമായിട്ട് നിർത്തലൊന്നുമില്ല. അല്ല, സ്ഥിരമായിട്ട് അവർ നിർത്താത്തതുകൊണ്ടല്ല, എൻ്റെ സ്വഭാവം നല്ലതാണ്, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈം കിട്ടാറില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ് ഈ സമയത്ത് ചെന്നപ്പോൾ, ഈ അടുത്ത സമയത്ത് ചെന്നപ്പോൾ, നട്ടലുണ്ടോ എന്നുള്ളൊരു മെസ്സേജ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് ഭയങ്കര പ്രയാസമായി പോയി. എന്തോന്ന് എനിക്ക് നട്ടൽ അശ്വതി അപ്പം നട്ടലുണ്ടോന്ന് മെസ്സേജ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ ഉടനെ തന്നെ അവനെ വിളിച്ചു. നീ എന്തോന്നടാ വൃത്തിയോട് കാണിക്കുന്നത്? എൻ്റെ മൊബൈലിൽ എനിക്ക് നട്ടലുണ്ടോ എന്നൊക്കെ എഴുതി ചോദിച്ചത്. അപ്പം മറുപടി പറയുന്നത്, എൻ്റെ പൊന്നേട്ട നട്ടലുണ്ടോ എന്നല്ല, നാട്ടിൽ ഉണ്ടോ എന്നാണ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം. ഇംഗ്ലീഷും മലയാളം കൂടെ അങ്ങ് മിക്സായി പോകുന്നതിൻ്റെ പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രണയം. എൻ്റെ അടുത്ത സുഹൃത്ത് 5-6 വർഷമായി മൊബൈലിലൂടെ ബന്ധപ്പെട്ട് ഭയങ്കര പ്രണയം. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ചെന്ന് ആ പെണ്ണിൻ്റെ വീട്ടിലുമായിട്ടൊന്ന് ആലോചിക്കും. അങ്ങനെ ഇവ ആരുമില്ലാത്ത സമയത്ത് നേരെ അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കുന്നു, അല്ലയാ ഇവിടെ ആരുമില്ല. ഞാൻ പറഞ്ഞു, ആരുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കല്യാണം ആലോചിക്കാൻ പോകുന്നത്? അല്ല, പെണ്ണ് മാത്രമേ ഉള്ളൂ, ഇന്ന് ഞാൻ സംസാരിക്കാം. അങ്ങനെ പെണ്ണിൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച് കുറേ കഴിഞ്ഞിട്ടേ അവൻ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അവളെ മൊബൈൽ വാങ്ങിയിട്ട് ഇവൻ്റെ നമ്പർ ഇതിൽ അടിച്ചു നോക്കി, എന്താണ് ഫീഡ് ചെയ്തേക്കുന്ന പേര്. ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോഴാണ് എഴുതി കാണിക്കുന്നത് റീചാർജ് ചേട്ടൻ എന്ന്. അപ്പൊ ഈ പെൺപിള്ളാരെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? പെൺപിള്ളാരെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. പറയും. ഇനി നമുക്ക് വടക്കൻ സെൽഫിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വടക്കൻ സെൽഫി എന്താണ്? നന്നായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നു, വളരെ സന്തോഷമുണ്ട്. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് തിരിച്ച് യുണൈറ്റ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. അതിന് ഇത്രയധികം പ്രേക്ഷകർ സ്വീകരിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷത്തിലാണ്. ഓക്കെ. ഇനി ചെയ്യാൻ പോകുന്ന പടം? ഇനി ചെയ്യാൻ പോകുന്നത് എബ്രിഡ് ഷൈൻ്റെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയാണ്. ആക്ഷൻ ഹീറോ ബിജു. അടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, സ്റ്റണ്ട് ചെറിയ രീതിയിലുണ്ടാവും. ആണോ? അതുപോട്ടെ, ഈ വടക്കൻ സെൽഫിയിലൊക്കെ അന്താക്ഷരി കളി ഉണ്ടായിരുന്നു. മറ്റേ അന്താക്ഷരി കളിക്കാനായിട്ട് ഗുരു സമ്മതിച്ചില്ല. കളിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ആ ഡയലോഗ് എന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ബാംഗ്ലൂർ ഡേയ്സിൽ എന്തൊക്കെയായിരുന്നു? രാത്രി മലയാടി അവിടെ ചെന്നിട്ട് എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ അന്താക്ഷരി കളിക്കായിരുന്നു. വെളുക്കുന്നവര് സംസാരം മാത്രമല്ല അന്താക്ഷരി കളിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചു നേരം അവിടെ ഇരുന്ന് അന്താക്ഷരി കളിക്കാം, കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം. ഹെലികോപ്റ്ററിൽ നിന്ന് നേരെ ചാടിയത് ചെളിയിലോട്ട്, കാലങ്ങ് കൂന്തിപ്പോയി. 10 മിനിറ്റ് പിന്നെ മിക്കി മൗസ് നടക്കുന്നതായിട്ട് ഇങ്ങനെ ഞാൻ നടന്നു. അതുകൊണ്ട് കൊച്ചേട്ടൻ എവിടെ ഇറങ്ങിയേ? കൊച്ചേട്ടൻ എവിടെ ഇറങ്ങിയേ? കൊച്ചേട്ടനോ? എടാ, ഇവിടെ നിൽക്കുമ്പോ എന്നെ കൊച്ചേട്ടാന്ന് വിളിക്കാൻ കൊള്ളുവോ? ലീവ് എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ നീ കൊച്ചേട്ടാ കിച്ചേട്ടാന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. സാബ് എവിടെ ഇറങ്ങി? ഞാൻ ചൂട്ടാലല്ലേ ഇറങ്ങി. ചൂട്ടുണ്ടായിരുന്നോ? പാരച്ചൂട്ടല്ലെന്നോ? ഞാൻ അവിടുന്ന് ചാടി ഒരു തെങ്ങിന്റെ മുകളിലേക്കല്ല, അവിടുന്ന് ചൂട്ടും പറിച്ചോണ്ടാ താവട്ടി ചാടിയെന്ന്. എന്തായാലും ഒരു കാര്യം പിരിവിടും. പിരിവിട്ടതാ. ഇവിടെ രാവിലെ എന്തിനാ അടിക്കണ? വെച്ച കഴിഞ്ഞിട്ട് പോരെ. വെള്ളം അടിക്കാനല്ല, ഹെലികോപ്റ്റർ വാടകയ്ക്ക് വിളിച്ചോണ്ട് വന്നാണോ? അതിന് പിരിവ് കൊടുക്കണ്ടേ? ആ പിരിവിച്ചോട്ട് വരാനാ പറഞ്ഞു. എന്റെ 150 രൂപ ഉള്ളൂ. എന്റെ 200 ഉണ്ട്. പറ. 350 രൂപയ്ക്കൊക്കെ ആ സമ്മതിക്കുമോ മധുവണ്ണൻ? മധുവണ്ണ, ഈ 350 രൂപ കയറെ കെട്ടിവിടട്ടെ. 350 രൂപയോ? പെട്രോൾ കാശ് പോലും ഇല്ലല്ലോ. ഒന്നാമത് ഈ ഹെലികോപ്റ്ററിന് ഭയങ്കര മൈലേജ് കുറവാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അയ്യോ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാന്ന് പറയാൻ വേണ്ടിട്ട് എന്റെ സ്വന്തം കണ്ടാന്നോ ഇത്? വല്ല മുതലാളിയുടെ വൈകുന്നേരം ആകുമ്പോ അങ്ങനെ കണക്ക് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്റെ പൈസ ഹെലികോപ്റ്റർ കാശ് കിട്ടുന്നത് വരെയും ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. വൈകുന്നേരം വരെ നിൽക്കുവോ? നിൽക്കും. അങ്ങനെ നിൽക്കാന്നാ. ഹെലികോപ്റ്റർ നിർത്തരുത്, കാറ്റ് വേണം, കാരണം നല്ല ചൂടാണ്. കൊള്ളാം. നാടൻ കെട്ടവന്റെ പുറയിൽ ഒരു ആല് കളിച്ച് അതും ഒരു തള്ളല്ലയോ?
എന്തോ ആണെങ്കിലും വൈകുന്നേരം ഞാൻ തിരിച്ചു വരും. അന്നേരം എന്റെ പൈസ ശരിയാക്കി വെച്ചേക്കണം കേട്ടോ. വൈകുന്നേരം തരാന്ന്. ആ ഉറപ്പാ വരും. ആ ശരി. മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത സ്വഭാവം. അല്ല എനിക്ക് മനസ്സിലായില്ലേ നിങ്ങളെക്കാരാ? ഞങ്ങളുടെ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ? ആ വല്ല സെക്യൂരിറ്റി ആയിരിക്കും. പട്ടാളം. പട്ടാളം? ഇത് പട്ടാളമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പട്ടാളമാണ്. പട്ടാളമായിട്ട് എനിക്ക് തോന്നണ്ടേ? നമുക്ക് ആർക്കെങ്കിലും തോന്നണ്ടേ? ഇവിടെ ചാവേർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ചാകാനാണോ നിങ്ങൾ ഇപ്പൊ ഈ ഇറങ്ങിയത് ഹെലികോപ്റ്ററിൽ നിന്ന്? ചാകാൻ ഇറങ്ങിയെന്നല്ല, ഇവിടെ അതിഥിയെ ആക്രമിക്കാൻ വേണ്ടി ചാവേർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ചാവേർ ഇറങ്ങിയിട്ടുണ്ട്. ബോംബ് വെച്ചിട്ടുണ്ടെന്നോ? ബോംബ്. ബോംബോ? ഞങ്ങൾക്ക് ബോംബേ, ബോംബേ, ഓടിക്കോ, ബോംബേ, ബോംബേ. ശബ്ദം ഉണ്ടാക്കരുത്. ബോംബെയല്ല, ചെന്നൈ. ബോംബ് വെച്ചിട്ടുണ്ടെന്ന് യാത്രയില്ല, എന്നിട്ട് ഓടൂലേ? പിന്നെ ഓ, അത് ശരിയാണല്ലോ. ഇത് ചെവി അറിയാതെ ഈ ബോംബ് എടുത്തിട്ട് ഇവിടുന്ന് നിർവൃത്തി അടയാനുള്ള പരിപാടിയല്ലേ ഞങ്ങള്. ബോംബ് എടുത്തിട്ട് ആരെങ്കിലും നിർവൃതി അടയും? നിർവീര്യമാക്കാൻ വേണ്ടി ഇരിക്കുമല്ലേ. ഇപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ പട്ടാളക്കാരല്ലാന്നേ. അല്ല, എനിക്ക് ഡൗട്ട് ഉണ്ട്. അയ്യോ, ഞങ്ങൾ പട്ടാളക്കാരാണ്. ആണോ? എന്നാ പെട്ടെന്ന് നിന്ന് അത് ഞങ്ങൾക്ക് നിർവീര്യമാക്ക്. പട്ടാളക്കാർ. ഞങ്ങളുടെ ഹെലികോപ്റ്റർ കണ്ടില്ലേ? ഞങ്ങളുടെ തോക്ക് കണ്ടില്ലേ? ആ ശരി, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പട്ടാളക്കാരല്ലാന്ന് എനിക്ക് തോന്നാൻ കാരണം നിങ്ങൾ ഈ ഹെലികോപ്റ്ററിനൊക്കെ വന്നിട്ട് പിരിവിട്ടൊക്കെ എന്തിനാ കാശ് കൊടുക്കുന്നത്? അത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ ഇല്ല. എന്റെ ഒരു അച്ചായനുണ്ട് പാലായിലുള്ള, പുള്ളി റബ്ബറിന് തുരിശടിക്കുന്ന ഹെലികോപ്റ്റർ വാടക എടുത്തോണ്ട് വന്നാ. വൈകുന്നേരം പൈസ കൊടുത്തിട്ട് തെറിയുടെ കൂട്ടായിരിക്കും. ഓഹോ, അത് അങ്ങനെയാണ് തൂങ്ങി ഇറങ്ങിയത്. ഇതിലേക്ക് വന്നാ. എന്നാ പിന്നെ പെട്ടെന്ന് നിന്ന് നമ്മുടെ ആ ബോംബെല്ലാം നിർവീര്യമാക്കും. അല്ല, അങ്ങനെ പെട്ടെന്ന് നിർവീര്യമാക്കാൻ പറ്റില്ല. അതെന്ത്? ഞങ്ങളുടെ കൊണാണ്ടർ തന്നെ. കമാൻഡർ കമാൻഡർ കമാൻഡർ. എന്നിട്ട് കമാൻഡർ കമാൻഡർ വരുന്നുണ്ട്. സംഭവം സാർ, എനിക്ക് മനസ്സിലാവത്തോണ്ടാണ്, ഇവിടെ എല്ലാവർക്കും ഡൗട്ടാണ്. സാർ ഇപ്പൊ എന്താ പറഞ്ഞേ? ആകെ ചൽ പീച്ചെ ചൽ വായേ മൂട്ട്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ആകെ ഈച്ചയും ചെള്ളുമാണ്. അതുകൊണ്ട് ഇവന്മാർ വായ തുറന്നു വെച്ചാൽ ഈ വായക്കകത്ത് ഈച്ച കയറും. അതുകൊണ്ട് വായേ മൂട്ട് എന്നാണ് പറഞ്ഞത്. നീയൊക്കെ ഈ ധൃതി വെച്ച് എങ്ങോട്ടായി പോകുന്നത്? ഇത് കഴിഞ്ഞിട്ട് തെങ്ങിന് തടവെടുക്കാൻ വല്ലതും പോകുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്തോ പറഞ്ഞത്? സാവധാനം. സാവധാനം ചെയ്താൽ മതി, ധൃതിയൊന്നും വേണ്ട കേട്ടോ, സമയമുണ്ട്. സാവധാൻ. അവര് പോകുന്നു. നീയൊക്കെ ഇത് എങ്ങോട്ട് പോവാ? സാബല്ല പറഞ്ഞ വിശ്രമിച്ചോളാം. അയ്യോ, വിശ്രമിക്കാനല്ല പറഞ്ഞത്. Keep the boys position. വിശ്രം. നിങ്ങൾ തമ്മിൽ വല്ല വിഷയം ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഈ മുഖത്ത് നോക്കാതെ നിൽക്കുന്നത്? നേരെ നിൽക്കണമെന്ന്. ഇത് വലിയ കഷ്ടമാണല്ലോ ഇത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സാർ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഇറങ്ങി പോയി. പോയി പിടി. ചെന്ന് കയറി കൊടുക്കട്ടെ. വയറ്റ് കാറ്റ് കയറുമ്പോ ഇനി പോന്നോളൂ. സത്യം പറഞ്ഞ ഇവനെയൊക്കെ മിമിക്സ് പരേഡിന് വിടുന്ന നല്ലത്. അതെന്താ? ഇവന്റെയൊക്കെ പരേഡ് കണ്ട് ജനം ചിരിച്ച് ഊപ്പാട് തീർന്നോളൂ. ഇഷ്ടിയം കളത്തി ചെളി ചവിട്ടി കിടക്കുന്ന പോലാണോ പരിപാടി ചെയ്യുന്നത്? ഇനിയിപ്പോ എന്താ പരിപാടി? അല്ല, ആരാ ഇത്? അല്ല, ആരാ മനസ്സിലായില്ല? അല്ല, എന്നെ മനസ്സിലായില്ലല്ലേ? ഞാനാണ് സിനിമാ താരം സുരാജ് വെഞ്ഞാറമ്മൂട്. ഓ, സുരാജ്, എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം. ഇവിടെന്താ? ഇവിടെ ഞാനാണ് ഇതിന്റെ എല്ലാം അധിപൻ. എന്ന് വെച്ചാ നമ്മുടെ ഈ ഫ്ലോറിന്റെ എല്ലാം നോക്കുന്ന വാച്ച്മാൻ. വാച്ച്മാനോ? അതെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരണം. തീർച്ചയായിട്ടും, എന്ത് വേണമെന്ന് പറയൂ സാർ. 3000 രൂപയുടെ ഒരു വാച്ച് വീട്ടിൽ കേടായിരിക്കും. ഒന്ന് ശരിയാക്കി തന്നാൽ വളരെ ഉപകാരമായി.
സർ ആ വാച്ച് നന്നാക്കുന്ന ആളല്ല, പിന്നെ? വാച്ച്മാൻ. ഓ, സെക്യൂരിറ്റി. മനസ്സിലായി. സുരാജ് ആ, അച്ഛൻ പട്ടാളത്തിലാണല്ലേ? അതെ. പിന്നെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ മിലിറ്ററിയിലാണ്. ഞാനും മിലിറ്ററിക്ക് വേണ്ടി പോയതാണ്, സാധിച്ചില്ല. പിന്നെ മിമിക്രിയിലേക്കായി, അത് പിന്നെ ശരി. ഇങ്ങനെ സിനിമയിലേക്ക്. സിനിമയിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ സുരാജ് പട്ടാളത്തിൽ ചേരുന്നതായിരുന്നു നല്ലത്. അതെന്താ സർ? പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളല്ലേ? എന്തൊക്കെ ഉപകാരമുണ്ട്? പട്ടാളത്തിൽ ഒരു ഗുണമല്ല. ഇപ്പൊ എനിക്കിപ്പോ പട്ടാളത്തിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിൽക്കട്ടെ, പട്ടാളത്തിൽ പോകുന്നില്ല എന്താ ഗുണം? എന്തോ ഗുണമെന്ന് എന്താ? അച്ഛനോട് ഇന്ന് ചോദിച്ചാൽ മതി. അച്ഛനും ഞാനും ജമ്മുവിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അച്ഛൻ ജമ്മുവിൽ ഇരുന്നിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഇല്ല, അച്ഛൻ ജമ്മുവിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഇല്ലേ? ഞാനും ഇല്ലായിരുന്നു. സുരാജിന് തെറ്റിയതാണ്. അതെ, പട്ടാളത്തിൽ ചേർന്നുള്ള ഗുണം എന്തൊക്കെയാണെന്നറിയോ? ഇപ്പൊ 1-ാം തീയതി ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ബാറുണ്ടോ? ഇല്ല, ബാറില്ല. ഇപ്പൊ കുറേ ബാറുകൾ, 400-ലധികം ബാറുകൾ. എല്ലാ ബാറും പൂട്ടിയോ? 1-ാം തീയതി ചില ജില്ലകളിൽ ഈ സാധനവും കിട്ടാനില്ല. അതുകൊണ്ട് കുറെ ആൾക്കാർ നന്നാവുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പട്ടാളത്തിൽ ചേരുന്നതാണ് ഗുണമെന്ന്. ഓഹോ, 1-ാം തീയതി നമ്മൾ സാധനത്തിന് ഇവിടെ കിടന്ന് ചിറ്റിച്ചാടേണ്ട കാര്യമുണ്ടോ? നമ്മുടെ സാധനം ഇരിക്കുകയല്ലേ, അത് കുറച്ചെടുത്ത് കുടിക്കുകയും ചെയ്യാം, കുറച്ച് വിൽക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു വലിയ ഗുണമുണ്ടെന്ന് പറഞ്ഞാല്, ഈ സെക്കൻഡ് ഹാൻഡ് സാധനത്തിന് ഡബിൾ ഇരട്ടി വില കിട്ടുന്ന ഏക ഒരു സാധനമേ ഉള്ളൂ, മിലിറ്ററിയുടെ സാധനം. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത് പട്ടാളത്തിൽ ചേരുന്ന എന്തുകൊണ്ടും ഗുണം. ഗുണം വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ അങ്ങനെ അധികം സ്ഥലം കറങ്ങേണ്ട കാര്യമില്ല. ഈ പ്രദേശം മുഴുവൻ അറിയാമല്ലോ. അറിയാം. ഇവിടെ ഒരു ചാവേർ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം എന്റെ അണ്ടർ കൺട്രോളിലാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അധികം മെഴുകാതെ. ഗസ്റ്റുകളൊക്കെ വരും, അപ്പൊ എല്ലാം ഒന്ന് നോക്കിക്കൊള്ളണം. അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അധികം സമയം നിൽക്കണ്ട. ശരി സാർ. ഒരു രഹസ്യം പറയാനുണ്ട്. ഇവിടെ ബോംബുണ്ടെന്നുള്ള വിവരം, ചാവേറുണ്ടെന്നുള്ള വിവരം നാട്ടുകാരോട് എന്നൊന്നും പറഞ്ഞേക്കരുത്. രഹസ്യമായിരിക്കണം. ബാക്കി ഞങ്ങൾ നോക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. എനിക്ക് ഓക്കെയാണ്. ഓക്കെ. പിന്നെന്താ ഇവിടെ കറങ്ങുന്നത്? വെടി തോക്കെടുക്കണോ? വേണ്ട സാർ. ബോയ്സ്, യെസ്. എന്താ വന്ന്? ബോയി എന്ന് വിളിച്ചു. ഇതാണോ ബോയ്? 10-65 വയസ്സായില്ലോടോ, നാണമില്ലോടോ. മുടിയും ടൈ ചെയ്ത് ബോയ് എന്ന് വിളിക്കുമ്പോൾ ചാടിക്കയറി ഇങ്ങ് വന്നോളും. എടോ, സർവീസ് എക്സ്റ്റെൻഡ് ചെയ്ത് നടക്കാതെ റിട്ടയർമെന്റ് എടുത്ത് വീട്ടിൽ ഇരുന്ന് കൂടെ? എന്നെ എന്തിനാ വിളിച്ചത്? തന്നെ ആര് വിളിച്ചു? സാറല്ലേ ഇപ്പൊ ജോയിന്ന് വിളിച്ചത്? ജോയി എന്നല്ല, ബോയ്സ് എന്നാ വിളിച്ചത്. വോയിസ് ആ, നമ്മൾ ഇന്ന് ഇവിടെ എന്തിനാ വന്നിരിക്കുന്ന ആദ്യം അറിയാവോ? ഇല്ല. എടോ, ഇവിടെ ഒരു മനുഷ്യ ചാവേർ ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യ ബോംബ് ധരിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് ഒരുത്തൻ ഇരിപ്പുണ്ട്. അവനെ പിടിച്ച് ആ ബോംബ് നിർവീര്യമാക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഈ ഓപ്പറേഷന്റെ പേരെന്താണ്? അർഷസിന്റെ ഓപ്പറേഷൻ. ഇവിടെ അർഷസിന്റെ ഓപ്പറേഷൻ ആണോ? ഓപ്പറേഷൻ ദ്രോണ. അതാണ് നമ്മൾ ഈ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഫിഷ്യന്റ് ആണോ? ഈ ജോലിയിൽ നിങ്ങൾക്ക് എഫിഷ്യന്റ് ആണോ എന്നറിയാൻ ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാണ്. ആയിക്കോട്ടെ. ഓക്കെ, റെഡി അല്ലേ? കം ഓൺ, ഗെറ്റ് റെഡി. സർ, തോക്കെടുത്തോളെ. പൊസിഷൻ മനസ്സിൽ കാണാം. പൊസിഷൻ മനസ്സിൽ കാണാം. ഓക്കെ, മുന്നോട്ട് മാറി നിൽക്കേ. അവിടെ ഒരു മാവ് നിൽക്കുന്ന കണ്ടോ? കണ്ടല്ലോ. അതിലൊരു മാങ്ങ തൂങ്ങിക്കിടക്കുന്ന കണ്ടോ? മാങ്ങയോ? അവിടെ ഒരു മാങ്ങ തൂങ്ങിക്കിടക്കുന്ന കണ്ടല്ലോ. ഒരു ഒറ്റ തൂങ്ങൻ. അത് മൂവാണ്ടനാണോ? അത് മൂവാണ്ടനാണോ നീലാണ്ടനാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു മാങ്ങ നിൽക്കുന്ന കണ്ടോ? അതുണ്ട്. എങ്ങനെയാലും നിന്റെ ഉന്നം തെറ്റി ആ മാങ്ങയിലെങ്ങാനും കൊണ്ട് അത് താഴെ വീഴുവാണെങ്കിൽ ആ പഴുത്ത മാങ്ങ എനിക്ക് തന്നേക്കണം. മൊത്തത്തോട് ഞാൻ എടുക്കും, ബാക്കി ശകലം നിങ്ങൾക്ക് വേണം തന്നേക്കാം. ഓക്കേ, ഗെറ്റ് റെഡി ബോസ്, കം ഓൺ, ഗെറ്റ് റെഡി. സർ, ലക്ഷ്യം കാണുന്നുണ്ടോ? കണ്ടു. മാങ്ങ കാണാമോ? ഉണ്ടെന്നേ. ഷൂട്ട് ഇറ്റ്. അയ്യോ, ഇതിനകത്ത് ഉണ്ടയില്ല, പിന്നെ എങ്ങനെ വെടിവെക്കും? ഉണ്ട വേണ്ട. ഉണ്ട തന്നാലേ നീയൊക്കെ അഹങ്കരിക്കും. അതുകൊണ്ട് ഉണ്ടയില്ലാതെ വെടിവെച്ചാൽ മതി. കം ഓൺ, നെക്സ്റ്റ്. ലക്ഷ്യം കാണുന്നുണ്ടോ? ഉണ്ട്. ആ മാങ്ങ കാണുന്നുണ്ടോ? ഉണ്ട്. ആ മാങ്ങ എത്ര മാങ്ങ ഉണ്ട്? 2 മാങ്ങ. അതെവിടെ? 2 മാങ്ങ. അവിടെ 2 മാങ്ങ ഉണ്ട് സാർ. അവിടെ ഒരു മാങ്ങയല്ലേ ഉള്ളൂ? ഉണ്ട് സാർ, 2 മാങ്ങ ഉണ്ട്. ഒന്നോ ഉള്ളടാ. 2 മാങ്ങ ഉണ്ട് സാർ. എടോ, അവിടെ ഒരു മാങ്ങയേ ഉള്ളൂ. എന്റെ പൊന്നു സാറേ, അവിടെ 2 മാങ്ങ ഉണ്ട്. ഈ കണ്ണാടി ഒന്ന് ഒരുക്കി. ഒന്ന് പറഞ്ഞു കൊടുക്കൂ 2 മാങ്ങ ഉണ്ടെന്ന്. എന്താ സാറ് പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തെ? ചുമ്മാതല്ല, തന്നെ പട്ടാളത്തിലല്ല എടുക്കേണ്ടത്, പിന്നെ റെയിൽവേയിലാണ്, കൊങ്കൺ റെയിൽവേ. ആദ്യം നീ മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയി ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് നേരെ ആക്കിയിട്ട് വാ.
അവന് ഒരു മാങ്ങ 10 മാങ്ങയായിട്ട് നീ ഇപ്പൊ എന്നെ വെടി വെച്ചിട്ടല്ലോടാ. സാറേ ഞാൻ വേറൊരു സജഷൻ പറയട്ടെ. എന്താ അത്? നമുക്ക് ഒരാളെ തലയിൽ ആപ്പിൾ എടുത്ത് വെച്ചിട്ട് ഉന്നം പരിശോധിച്ചാലോ? നീ തലയിൽ ആപ്പിൾ വെച്ചവന്റെ വെടി വെച്ചിടാൻ, എടീച്ചിടെ. എന്നിട്ട് വേണം ഞാൻ കൊലപാതകത്തിന് സമാധാനം പറയാൻ, ഇല്ലയോ? ഒന്നും കോടതി ഉപദ്രവിക്കാതൊന്ന് പൊക്കോളാവോ? അടക്കുന്നു. ഇതെടുത്ത് വെച്ചേ, വെളിയെ കാണണ്ട കണ്ണ്. അപ്പൊ നമുക്ക് കുഴി കുഴിക്കണ്ടേ? എന്തിന്? വെടിവെപ്പ് പ്രാക്ടീസ് കുഴിക്കാത്തിരുന്നല്ലേ? ഇവിടെ കുഴിക്കകത്തുനിന്ന് വെടിവെക്കുന്നത് എപ്പോഴാണ്? നമ്മൾ യുദ്ധത്തിന് പോകുമ്പോഴല്ലേ കുഴിക്കകത്തിരുന്ന് വെടിവെക്കുന്നത്? ആ യുദ്ധത്തിന് പോകുമ്പോഴോ? അത് ഞാൻ ചോദിക്കട്ടെ, ഈ കുഴിക്കാത്തിരുന്ന് വെടിവെക്കേണ്ട കാരണം എന്താ? കുഴിക്കകത്തിരുന്ന് വെടിവെക്കുന്നത് എന്തിനാണെന്ന് 10-65 വർഷമായി സർവീസിലിരിക്കുക, ഇപ്പോഴാ തിരക്കുന്നത്. കുഴിക്കകത്തിരുന്ന് വെടിവെക്കുന്നത് എന്തിനാണ്? ഏതായാലും ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. സത്യത്തിൽ നമ്മൾ ഈ കുഴിക്കകത്തിരുന്ന് വെടിവെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശത്രുപക്ഷത്തുള്ള ഏതെങ്കിലും ഉന്നമുള്ള ഒരു പട്ടാളക്കാരൻ അഥവാ ഉന്നം തെറ്റി നമ്മുടെ നെഞ്ചത്തൊരു വെടി വെച്ചാൽ പിന്നെ ഈ മണ്ണിട്ടങ്ങ് മൂടിയാ പോരെ. കാര്യങ്ങളൊക്കെ എളുപ്പമാകുന്നതിനുള്ള ഒരു സൂത്രപ്പണി, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതൊക്കെ അത് കുടിക്കരുത്, കുടിക്കരുത്. എന്താ പ്രശ്നം? എന്താ ആ ജ്യൂസ് കുടിക്കരുത്. അതെന്താ? അത് എനിക്കൊന്ന് പരിശോധിക്കണം. പരിശോധിക്കണം എന്തിനാ? ഇതൊക്കെ സുരക്ഷയുടെ ഭാഗമാണ്. സുരേഷിന്റെ ഭാഗമൊക്കെ ഇവിടെ ഒന്ന് പരിശോധിക്കണം എന്തിനാ? സുരേഷ് അല്ല, സുരക്ഷ. ഓഹോ. ഇവിടെ ഏത് ആഹാര സാധനം നിങ്ങൾക്ക് തന്നാലും ഞങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യും, അതിനുശേഷം നിങ്ങൾ കഴിക്കാവൂ. സുരക്ഷയുടെ ഭാഗമാണ്. അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്തട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല തീർക്കില്ല, അവര് ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പഴമുണ്ടി തേൻ കുടിക്കും പോലെ കംപ്ലീറ്റ് കുടിച്ച് തീർക്കുകയാണല്ലോ. ചെക്ക് ചെയ്യൂ. ഒരു കുഴപ്പമില്ല. ഇനി കഴിച്ചു. സാർ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല സാർ, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല സാർ. ഇതിന്റെ ഹവിൽദാർ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ചെക്ക് ചെയ്തോ. ഇനി കഴിച്ചോളൂ. കഴിച്ചോളൂ, ധൈര്യമായിട്ട് കഴിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അതെ, നിങ്ങൾ ഈ നമ്മളെയൊക്കെ രക്ഷിക്കാൻ വന്നതാണോ അതോ ഭക്ഷിക്കാൻ വന്നതാണോ? Come on, keep position. ഇതിപ്പോ എത്ര ദിവസമായി അതെ അതെ, വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. ബോറടിക്കുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോട്ട വളയാം. കോട്ട വളയാനോ? അതിനിവിടെ കോട്ട എവിടെയാ? എടാ, നമുക്ക് കിട്ടിയ കോട്ട വളഞ്ഞിരുന്ന് അടിക്കാവുന്ന പറഞ്ഞത്. ഞങ്ങൾ എടുത്തോണ്ട് പോവാം. ശരി സാബു. സാബു അല്ല സാബ്. മനസ്സിലായോ? അതെ, നിങ്ങളൊന്നും ഇതുവരെ പോയില്ലേ? എങ്ങനെ പോകാൻ പറ്റും? ഞങ്ങളൊരു പട്ടാളക്കാരല്ലേ, യുദ്ധമാണ് ഞങ്ങൾക്ക് പ്രാധാന്യം. എത്ര നാളായി നേരെ ചെവി ഒരു യുദ്ധം ചെയ്തിട്ട്. ഓക്കെ. അതെ, നിങ്ങൾ ഈ എപ്പോഴും ഈ യുദ്ധം ചെയ്യണം എന്ന് പറയാം. പട്ടാളത്തില് ഇതിനു വേണ്ടി ഡെയിലി യുദ്ധം നടക്കുന്നു. ദിവസം യുദ്ധം ഉണ്ടോന്ന് ചോദിച്ചാൽ ശനി ഞായറും യുദ്ധമില്ല, അന്ന് അവധിയാ. ശനി ഞായറും അവധിയോ? അവധിയിലൊന്നും യുദ്ധം എനിക്ക് മനസ്സിലായില്ലത്. പബ്ലിക് ഹോളിഡേ അല്ലേ ഈ ശനി ഞായറും? അങ്ങനെ എല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾ പട്ടാളത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ പറയുന്നത് വിശ്വസിക്കണം. പട്ടാളക്കാരൻ പറയുന്നത് വിശ്വസിച്ചേ പറ്റും. വിശ്വസിക്കണം. സാർ, എനിക്കൊരു ചെറിയ ഡൗട്ട്. എന്താ ചോദിച്ചോളൂ. ഉണ്ടയില്ലാതെ തോക്കിൽ വെടിവെക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, എന്താണ് അതിനെ പറയുന്നത്? അത് സത്യത്തിൽ ഞങ്ങൾ റിട്ടയർ ആയതിനു ശേഷം ഏതെങ്കിലും ചായക്കടയുടെ മുമ്പിൽ നിന്നിരുന്നത് പറയുന്നതിനാണ് ഈ പറയുന്നത്. എന്തോന്ന്? ഈ ഉണ്ടയില്ലാത്ത തോക്ക് കൊണ്ട് വെടിവെക്കുന്നത്. പക്ഷെ ഈ ചോദിച്ചത് തോക്കിനകത്ത് കയറിയുള്ള വെടിവെപ്പാണ്. ഇത് പട്ടാളക്കാരോട് വേണ്ട കേട്ടോ. ഞങ്ങൾ ഒരുപാട് യുദ്ധം ചെയ്തിട്ടുള്ള ടീമുകളാണ് നിൽക്കുന്നത്. ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരുപാട്. അപ്പൊ എന്തായാലും നല്ല മറക്കാനാകാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടോന്നോ? ഒന്ന് പറയാം. രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒന്ന് പറയാം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഒരു ദിവസം ഇരുന്ന് മിലിറ്ററി ക്യാമ്പിൽ ഇരുന്ന് ഇങ്ങനെ തോരനരിഞ്ഞുകൊണ്ടിരുന്നപ്പോ, അല്ല ഈ തോക്ക് കടിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങളുടെ ക്യാപ്റ്റൻ രാജു. സിനിമ നടൻ ക്യാപ്റ്റൻ രാജു? അയ്യോ, സിനിമാ നടനല്ല, ഞങ്ങളുടെ ക്യാപ്റ്റൻ രാജു സാർ. ഓ, ക്യാപ്റ്റൻ രാജു സാർ ഒരു ദിവസം നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് വന്ന് പറയാ, അറ്റാക്ക്. ഇത് കേട്ടപാട് പട്ടാളക്കാരനാണോ? അടങ്ങിയിരിക്കാൻ പറ്റുമോ? എടുത്തു തയ്യൽ മിഷൻ, ചാടി അതിർത്തിയിലേക്ക്. തയ്യൽ മിഷനോ? മിഷൻ കണ്ണുമായിട്ട് ഞങ്ങൾ നേരെ അതിർത്തിയിലേക്ക് ചെന്നു, പാകിസ്ഥാൻ അതിർത്തിയിൽ. അവിടെ ചെന്നപ്പോ എന്തുവാ, ഒരു ഈച്ച പോലും അവിടെ ഇല്ല.
അതെന്താ പിന്നെ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതല്ലേ? അതല്ലയോ രസം. ഞങ്ങൾ തിരിച്ച് മിലിറ്ററി ക്യാമ്പിന്റെ തിണ്ണയ്ക്ക് വന്നപ്പം ഒരാൾ അവിടെ ചത്ത് മലച്ച് കിടക്കുന്നു. ക്യാപ്റ്റൻ രാജു സാർ. ഓ, പുള്ളിക്ക് അറ്റാക്ക് ആയതുകൊണ്ടാ വിളിച്ചത്. നെഞ്ചുവേദനയെടുത്ത് അറ്റാക്ക് എന്ന് പറഞ്ഞ് വന്നതാ. ഞങ്ങൾ നേരെ പോയത് പാകിസ്ഥാൻ അതിർത്തിയിലോട്ട്. ഓക്കെ. പക്ഷെ അതുകൊണ്ടെന്താ ഞങ്ങൾ ഇപ്പോഴും ജീവനോട് നിൽക്കുന്നത് ആ സംഭവം കൊണ്ടാ. ആ സംഭവം കൊണ്ടാണ് ജീവനോടെ നിൽക്കുന്നത്. അത് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഇത് വേറെ ഭയങ്കരമായ ഒരു കഥയായത്. ഇതിന് പകരം വന്നതാരാ? രായ് സാറിന് പകരം വന്നത് പഞ്ചാബിലുള്ള ഒരു ബൽവീന്ദർ സിംഗ്. ക്യാപ്റ്റൻ ബൽവീർ സിംഗ് വന്ന് ഇതേപോലെ ഒരു ദിവസം ഞങ്ങള് ക്യാമ്പിൽ ഇരുന്ന് ഇങ്ങനെ ചീട്ട് കളിച്ചോണ്ടിരുന്നപ്പോ, ക്യാമ്പിൽ ചീട്ട് കളിയാണോ? കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നപ്പോ, യുദ്ധത്തിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നപ്പം ഈ ബൽവീന്ദർ സിംഗ് സാർ ഇതുപോലെ വന്ന് പറഞ്ഞു, അറ്റാക്കെന്നും പറഞ്ഞു ഓടിയെടുത്തു. ഞങ്ങൾ ഒന്നും മടിച്ചില്ല, താങ്ങിയെടുത്ത് മിലിറ്ററി ഹോസ്പിറ്റലിന്റെ ICU കൊണ്ടങ്ങ് ഇട്ടു. അതെന്തായാലും ജീവൻ രക്ഷിച്ചു, നന്നായി. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ മിലിറ്ററി ക്യാമ്പിന്റെ അവിടെ വന്നപ്പോഴാ രസം. ഒരു കൂന ചാരം ഇങ്ങനെ കിടക്കുന്നു. എന്തുവാ എന്ത് പറ്റി? പാകിസ്ഥാൻ പട്ടാളം വന്ന് നിരങ്ങിയിട്ട് പോയതാ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ജീവനോട് ഇരിക്കുന്നു. ഓ, അതാണ് ജീവൻ രക്ഷിച്ച ആളെന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ പഴയ അറ്റാക്ക് ഓർത്താണ് പുള്ളിയെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയത്. പഴയ അനുഭവം വെച്ചാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് എന്തായാലും 2-3 ജീവൻ രക്ഷിച്ചു. പിന്നെ ഞാൻ വളരെ സീരിയസ് ആണ്. അങ്ങനെ അതിനേരം ഇവിടെ ഒന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ പട്ടാളക്കാരാണ്. ഒന്ന് ഒഴിഞ്ഞു തന്നാൽ എനിക്ക് മറ്റേ ഇല്ല പുള്ളി ഒന്ന് പിടിച്ചിട്ട്. ഓ, ഇതുവരെ ഇതുവരെ പിടിച്ചില്ല. ഏകദേശം എല്ലാം ആയി. എല്ലാം ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇത് വർക്കാവോന്ന് നോക്കിയതാ. പോയി പിടിക്കൂ സാബു സാർ. സൂക്ഷിക്കണം, കുഴിബോംബ് കാണും. കുഴിബോംബുണ്ടെങ്കിൽ അതിന്റെ വിത്തും കാണും. നീ കുഴിച്ചെടുത്തോ, വീട്ടിൽ കൊണ്ട് കിളിപ്പിക്കാം. അതെ, ഹലോ സാർ. സാർ, ഓ, എന്താ സാർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കണ്ണ് ഇങ്ങനെ പിടിച്ച് തുറന്നു നോക്കുന്നത്? അത് വേറൊന്നുമല്ല, ഈ തീവ്രവാദികളെല്ലാം കണ്ണി ചോരയില്ലാത്തവന്മാരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നോക്കിയതാ. ചോര ഉണ്ടോ നോക്കിയതാ? കുഴപ്പമില്ല. പിടിച്ചവനെ കൊണ്ടുപോകോട്ടെ, അങ്ങോട്ട് കൊണ്ടുപോ. ഇവിടെ വന്ന് ഒളിച്ചിരിക്കുവായിരുന്നില്ലയോ? കൊണ്ടുപോവാ. നീ പട്ടാളക്കാരെ പറ്റിച്ച നീ ഇങ്ങനെ അകത്ത് കയറി ഇരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലയോ ഞാൻ തീവ്രവാദിയെ പിടിക്കുമെന്ന്? കണ്ടോ, ചാവേറിനെ പിടിച്ച് കൊണ്ട് കയ്യിലിട്ടതെന്ന് കണ്ടോ? ചാവേറാണോ സാർ? ചാവേറാണ്. സംശയം ഉണ്ടോ? നീ അവന്റെ ആ ഉടുപ്പൊന്ന് നോക്കിയേ. ഉടുപ്പ് നോക്കി എന്നടാ വെടിവെടിക്ക് അടിക്കി വെച്ചേക്ക. അയ്യോ, ബോംബായിരുന്നു. മനസ്സിലായി? എങ്ങനെ മനസ്സിലായിരുന്നു? അതൊക്കെ നിസ്സാര കാര്യം. നീ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരെ കണ്ടോ? അവരുടെ മുഖത്ത് എന്ത് ചിരിയും കളിയും പ്രസന്നതയാ. ഇവൻ അവിടെ ദേഷ്യപ്പെട്ട് പേടിച്ച് വരണ്ടടിച്ചിരിക്കുന്നു. ഇവന്റെ മുഖലക്ഷണം കണ്ടാ ഞാൻ പിടിച്ചത്. പേടിച്ചിരിക്കുന്ന അരേ ബോംബ് വെച്ചേക്കുമല്ലേ, പിന്നെ അവൻ എങ്ങനെ പേടിക്കാതിരിക്കും? സത്യം പറടാ, എന്താ നിന്റെ പേര്? സത്യം പറ, എന്താ നിന്റെ പേര്? ചുപ്പ് രഘോ പറയാൻ. ചുപ്പ് രഘോ, നിന്റെ പേര് പറയാൻ. ചുപ്പ് രഘോ, നിന്റെ പേര് പറയാനാ പറഞ്ഞത്. ഞാൻ എന്തോ ചെയ്യണോ? ഒന്ന് പറയണോ പറയാതിരിക്കണോ? പറയാനല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ പറയാൻ ചുപ്പ് രഘോ എല്ലാം ഒരുമിച്ച് നീ ഒന്നും എന്നെ പിടിപ്പിക്കണ്ട കേട്ടോ. മാറിയിരിക്കാൻ ഒട്ടും പറഞ്ഞില്ല. എന്തോടാ നിന്റെ പേര്? ഒട്ടും ഞാൻ പറഞ്ഞില്ല. സത്യം പറ, എന്തോടാ നിന്റെ പേര്? മര്യാദക്ക് സത്യം പറ, എന്തോ നിന്റെ പേര്? മടത്തിപ്പറമ്പിൽ മാധവനുണ്ണിയുടെ മകൻ മനോഹരൻ. പേരുന്നാളും പറയാൻ ഇച്ചിരി പൊളിക്കും. സത്യം പറ, നീ പേര് പറയാ. നീ ഞങ്ങൾ ഇട്ട് ചുറ്റിക്കാതെ നീ പേര് പറ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? എനിക്കിത് പേടിച്ചിട്ട് വേറെ ആളെ പിടിക്കാൻ പോകാനുള്ളതാ. നീ പേര് പറ. സത്യത്തിൽ ആരാണ് നിന്റെ പിന്നിൽ? സത്യം പറ, ആരാണ് നിന്റെ പിന്നിൽ? ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞില്ലേ?
നീ പറയത്തില്ലേ ഇജോടാ? നീ പറയത്തില്ല. പറയടാ, സത്യം പറ, ആരാടാ നിന്റെ പിന്നിൽ? സാറേ ഇങ്ങനെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൻ ഉത്തരം പറയത്തില്ല. എന്നെ മാന്യമായിട്ട് ചോദിക്കും. മാന്യമായിട്ടല്ലേ ഞാൻ ചോദിച്ചു? പിന്നെ ചോദിക്ക്. സത്യം പറയടാ. ജൂഹു ബീച്ചിന്റെ ഇപ്പുറത്ത് താമസിക്കുന്ന സമത് ഖാനാണ് ഞങ്ങളുടെ നേതാവ് എന്നുള്ള കാര്യം തല പോയാലും പറഞ്ഞില്ല, ഞാൻ അവിടെ സത്യം ചേർന്നു. ഇവനിങ്ങനെ അമ്പലും വില്ലിനും എടുക്കാതെ ഞാൻ എന്തോ ചെയ്യുന്നു പറയാം. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവനെ ഇല്ല പരിശോധനയ്ക്ക് വിധേയനാക്കണം. ഏത് പരിശോധന? നർക്കോ അസീസ് ഇല്ലേ? നർക്കോ അസീസ്. എന്താ സാർ? എടാ ഇല്ല, നുണയും കൊതിയൊക്കെ പറയുന്ന പരിശോധന ഇല്ലേ? ആ, അതിന് വിധേയനാക്കണം ഇവനെ. അതിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോഴത്തേനും 1 മാസം പിടിക്കും. അപ്പോഴേക്കും ഇവിടെ ബോംബ് പൊട്ടി ആൾക്കാരെയാകും. ശരിയാണല്ലോ. എന്നാ പിന്നെ വേറൊരു വഴി ചെയ്യാം. ഈ ബോംബ് നമുക്ക് നിർവീര്യമാക്കാം. അതെങ്ങനെ? വയറിളക്കണം. എന്നാ ഞാൻ ഓടിപ്പോയി സ്നഗി മേടിച്ചോണ്ട് വരാം. എന്തായാലും സ്നഗി ഇല്ലെങ്കിൽ വയറിളക്കി ഈ തറ മുഴുവൻ വൃത്തികേടാവും പോകില്ലേ? അതല്ല പറഞ്ഞത്. ഈ ബോംബിന്റെ വയറിളക്കണം. അങ്ങനെ ഇതിൽ 2 വയറുണ്ട്. ഇതില് 2 വയറുണ്ട്. അല്ല, 3 പേരുണ്ട്. അതേത് 3 വയറ്? എന്റെ ഈ ഒരിച്ചാൻ വയറ് പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും. നിന്റെ ഒരിച്ചാൻ വയറ്, ഈ ബോംബിന്റെ ഒന്ന് കാര്യം കഴിയട്ടെ. നിന്റെ ഒരിച്ചാൻ വയറിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ഇതിൽ 2 വയറുണ്ട്. ഒന്ന് പച്ചയും ഒന്ന് ചുവപ്പും. ഇതിലേതെങ്കിലും ഒരു വയർ ഡിസ്കണക്ട് ചെയ്താൽ ഈ ബോംബ് നിർവീര്യമാകും. പക്ഷെ ഏത് വയറാണെന്ന് എങ്ങനെ അറിയും? അതവരോട് ചോദിക്കും. ഞാൻ പറയത്തില്ല. എടാ ഒന്ന് പറയടാ ഒന്ന്. ഇത് പൊട്ടിച്ചാൽ എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ അഡ്വാൻസ് 25,000 എനിക്കിപ്പോ തന്നിട്ടുമുണ്ട്. ബാക്കി തുക ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നിടത്ത് അവർ കൊണ്ടുതരും. എടാ മണ്ട, നീ എന്തുവാ ഈ പറയുന്നത്? എനിക്ക് 10 ലക്ഷം രൂപ അവർ തരാമെന്ന് പറഞ്ഞു. 25,000 രൂപ അഡ്വാൻസ് തന്നു. ബാക്കി പൈസ ഈ ബോംബ് ഞാൻ ഇവിടെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ പറയുന്നിടത്ത് കൊണ്ടുതരും. മന്ദബുദ്ധിയാണ് മോനെ, ശ്രദ്ധിച്ചു കേക്ക്. ഇവിടെ ഇത്ര ഇരിക്കുന്ന ആൾക്കാരുടെ ജീവൻ നിന്റെ കയ്യിലാണ്. നീ അതുകൊണ്ട് എന്നോട് പറ, നിന്റെ വീട്ടിലെ വയറിന്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, നിന്റെ വീട്ടുകാരുടെ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം. സത്യത്തിൽ ഏത് വയർ ഡിസ്കണക്ട് ചെയ്താൽ ഈ ബോംബ് നിർവീര്യമാകുന്നു പറഞ്ഞതാ? ആ വയറിന്റെ കാര്യം ഞാൻ പറയത്തില്ല. എന്താ പറഞ്ഞത്? ഈ ഒരൊറ്റ വയർ കൊണ്ടാണ് എന്റെ വീട്ടിലുള്ള 10-12 വയറിന് കഴിയേണ്ടത്. നിന്റെ വീട്ടിലെ കാര്യം സാർ ഏറ്റെന്ന് പറഞ്ഞില്ലേ? നിന്റെ വീട്ടിലെ വയറിന്റെ കാര്യം സാർ ഏറ്റെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റു. അപ്പൊ ഗർഭം ഏറ്റെടുക്കുമല്ലേ? എന്റെ പാവപ്പെട്ട പെണ്ണുങ്ങളെ ചതിച്ച് നിറവേറാക്കിയിട്ട് കളന്നു കളഞ്ഞ ദുഷ്ട. എടാ നിന്റെ പെങ്ങടെ വയറേറ്റെടുക്കാന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടുകാരുടെ ചെലവ് മൊത്തം ഞങ്ങൾ വഹിച്ചോളാം. സത്യം പറ, ഇതിലേത് വയറാ? അതൊന്ന് പറ, ചുറ്റിക്കല്ലേ പൊന്നെ. പറയടാ. അങ്ങനെ പറഞ്ഞോ, നീ ധൈര്യമായിട്ട് പറഞ്ഞു. സത്യം പറ. അല്ലേ വേണ്ട, ശരിയാവും സാറേ. ഇതില് ഞാൻ നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മാറിക്കേ, അവനെ ആലോചിക്കട്ടെ. ഒറ്റ വഴിയേ ഉള്ളൂ. തെറ്റായ വയറ് പറഞ്ഞു കൊടുക്കാം. എവരെ കൊണ്ടുവന്ന് ഇത് പൊട്ടിപ്പിക്കണം. എന്റെ കാശ് എനിക്ക് കിട്ടണം. സാറേ, ഈ ചുവന്ന വയറാ. ഏത്? ഈ ചുവന്ന വയറെ പിടിച്ച് വലിച്ചാൽ മതി, ബോംബ് നിർവീര്യമാക്കിക്കോളൂ. സത്യമാണോ നീ പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ ജീവന്റെ പ്രശ്നമാണ്. നിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വിശ്വസിച്ചു. സത്യമാണല്ലോ. ഈ ചുവന്ന വയറ് പൊട്ടിച്ചാൽ ഇത് നിർവീര്യമാകും. നിർവീര്യമാകും. ഓക്കെ, കമോൺ. ആ ചുവന്ന വയറ് ഇളക്കും. കമോൺ. ആര്? നീ ഇളക്കും. ഞാനില്ല. നീ ഇളക്ക. വേണ്ട, നിങ്ങൾ ഇളക്കാം. ഇളക്കുന്നേ. ആ ക്രെഡിറ്റ് സാറിനിരിക്കട്ടെ. ഇളക്കുന്നു. എന്ത് സാർ വാ. ആരെങ്കിലും വന്ന് ഇളക്ക, ചുമ്മാ ഇളക്കം കൊണ്ട് വയ്ക്കാതെ. സത്യമാണോടാ ഈ പറഞ്ഞത്? ഉള്ള സാറ് വലിച്ചളക്കുന്നത്. ഈ ചുമന്ന വയറ് തന്നെ അല്ലയോ? നിർവീര്യമാകുമോ? നിർവീര്യമാകും. അല്ലേ, ഞങ്ങൾ നിർജീവമാകും. അതുകൊണ്ട് ചോദിച്ചതാ. പട്ടാളക്കാരോട് കള്ളം പറയുന്നോടാ. സാറിന് എങ്ങനെ മനസ്സിലായി പച്ചവയറ് വലിച്ചാൽ ഇത് നിർവീര്യമാകുന്നു? ഇത് നിർവീര്യമാകുന്നു. പച്ചവയറ് വെട്ടിച്ചാൽ എങ്ങനെ നിർവീര്യമാകുന്നു ഞാൻ മനസ്സിലാക്കിയെന്ന്. എങ്ങനെ? ഇല്ലയോ? എടാ, വന്ദനം സിനിമ 16 തവണയാണ് ഞാൻ കണ്ടത്. അതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ, ഇവനെ തൂക്കി വണ്ടിയെ കയറ്റേ. Welcome back to Luna's Comedy Super Night. സെൽഫിക്കുള്ള നന്നായി. Welcome to Luna's
കോമഡി സൂപ്പർ നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഗംഭീര പെർഫോമൻസ് എന്ന് പറയാൻ കൂടെയുള്ളവരാണ് പെർഫോം ചെയ്തത്. മഞ്ജു ഇങ്ങനെ നാടൻ കൂടി നിൽക്കാറുണ്ട് വേറെ കാര്യം. സാധാരണ നമ്മളിങ്ങനെ ഒരു ബാലതാരത്തിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഓ ഈ കുട്ടി വലുതാവുമ്പോൾ ഹീറോയിൻ ആണ് കേട്ടോ എന്ന്. പക്ഷെ ഇതങ്ങനെ വിചാരിച്ച് തീരാനുള്ള സമയം കിട്ടിയില്ല, അതിന് മുമ്പ് വന്നു. അന്ന് ഗംഭീര തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു താങ്ക് യു സോ മച്ച്. സിനിമയില്. സിനിമയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. സിനിമയിൽ ഇങ്ങനെ മഞ്ജുമ ഗൗണൊക്കെ ഇട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ കണ്ടുകഴിയുമ്പോൾ ഞാൻ ആലോചിക്കും, ആ കൊച്ചല്ലേ പെട്ടെന്ന് റൊമാൻറ്റിക് ഒക്കെ എന്ന് പഠിച്ചു എന്നുള്ളതായിരുന്നു. അല്ല പിന്നെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ശരിക്കും സിനിമയിൽ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിറങ്ങിയത് അതെ അല്ലെ? എന്ന് നോക്കാം. അല്ല അങ്ങനെയാണെങ്കിൽ നായികമാര് കുറച്ച് ട്രെയിനിങ് ഒക്കെ കഴിയണം, അതെല്ലാം പാസ്സായോ? കുറച്ച് വാക്കുകൾ പഠിച്ചോ? അല്ല നായിക ആകണമെങ്കിൽ അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഇന്റർവ്യൂലൊക്കെ കാണുമ്പോ വാക്കുകൾ ഇത്രയൊക്കെയാണ്. ഇന്റർവ്യൂലൊക്കെ കാണുമ്പോ നായികമാര്, ചില നായികമാര് ഇരുന്ന് പറയാം, അവരെ കളിയാക്കുന്നതല്ല, സോ ഐ തിങ്ക് എനിക്ക് അത് ഐ തിങ്ക് വാട്ട് ഈസ് ദീസ്, എനിക്കത് മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് മനസ്സിലാവാത്ത ഭാഷകളെല്ലാം പഠിക്കണം. അങ്ങനെയൊന്നും ഒരിക്കലും മഞ്ജുമ അങ്ങനെ ഇന്റർവ്യൂവിൽ നിൽക്കില്ല. അല്ല നാടൻ കുട്ടിയല്ലേ. അതുപോലെ ആരുടെ മകളാ? പ്രശസ്ത ക്യാമറാമാൻ ഡയറക്ടറുമായ വിപിൻ സാറിന്റെ മകളാണ്. എവിടെ സ്ഥലം? ഞങ്ങള് പാലക്കാടാണ്, പക്ഷെ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. മറ്റൊരു ട്രിവാൻഡ്രം കാര്യം. എങ്ങനെ നായകൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നായകൻ ഇങ്ങനെ നായികയെ കാത്ത് അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കമ്പനിയാണ്. അപ്പോൾ വടക്കൻ സെൽഫിയുടെ കൂടുതൽ വിശേഷങ്ങൾ മഞ്ജിമയുമായിട്ട് ഒരല്പസമയം സംസാരിക്കാം. പറയും. തീർച്ചയായിട്ടും. ഇത് എൻ്റെ 11 വർഷത്തിന് ശേഷമുള്ള കംബാക്കാണ്. അത് ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ ആവാൻ പറ്റിയ എനിക്ക് സന്തോഷമുണ്ട്. ഇതൊക്കെ അത്ര നല്ല ടീമുകളാണോ? അടിപൊളി ടീമുകളാണ്. ഓക്കെ. പിന്നെ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടോ? അതേയുള്ളൂ. വിപിൻ മോഹൻ സാർ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാമറാമാനും അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അദ്ദേഹത്തുമായിട്ട് ഞാൻ ഒത്തിരി സിനിമകൾ വർക്ക് ചെയ്യാനായിട്ടൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മോളല്ലേ? അല്ല, എനിക്ക് ചേട്ടനുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ കല്യാണം കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു മോളല്ലേ. അപ്പൊ വേറൊരു കുടുംബത്തിൽ എന്തോ ഉണ്ട്. അല്ല, ഒരു മോളേ ഉള്ളൂ. മകളായിട്ട് ഒരാളേ ഉള്ളൂ. മകളായിട്ട്. അതല്ലേ ഞാനും ചോദിച്ചാലേ. ഞാൻ മനസ്സിലായി. ഇത്ര മണ്ടത്തരം പറഞ്ഞപ്പോഴേ മനസ്സിലായി. ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മണ്ടത്തരം പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ ദിവസം കാണുകയാണ്, ഞാൻ അജു ഞങ്ങളിവിടെ കാണുകയാണ്. അപ്പോൾ അച്ഛനമ്മ ഇവരുടെ കൂടെ മഞ്ജിമ നടന്നു വരികയാണ്. വളരെ ശാലീന സുന്ദരി, താഴ്ത്തേക്കൊക്കെ നോക്കി താഴ്ത്തി ഇങ്ങനെ കളമൊക്കെ വരച്ച് ഇങ്ങനെ നടന്നു ആദ്യമേ പെൺപിള്ളേരുടെ കാലിൽ ഇങ്ങനെ നോക്കുന്നത്. അല്ല വേറെ കുഴപ്പമില്ലല്ലോ, പഴയതാണോ നമുക്ക് തരാവുന്നതാണ്. അങ്ങനെ നോക്കി വളരെ അധികം മിണ്ടാതെ ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനീത് ഞങ്ങൾക്കൊരു 3-4 ദിവസം ക്യാമ്പൊക്കെ വെച്ചിരുന്നു. ക്യാമ്പൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു, വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഷൂട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും പുള്ളിക്കാരി വന്നിട്ട് അളിയാ ഗുഡ് മോർണിംഗ് അളിയ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വേറെ അളിയ എന്നൊക്കെ വിളിച്ച് കേൾക്കണത്. നീ അപ്പൊ പ്രതീക്ഷിച്ചു വെച്ച ശാലീന സൗന്ദര്യം ഇതെല്ലാം ഒറ്റ അടിക്കേണ്ടത്. വിജയരാഘവൻ ചേട്ടൻ വന്ന അളിയാ ഗുഡ് മോർണിംഗ് അങ്ങനെ അതാണ് ചുമ്മാ അടിച്ചു വിടുന്നത്. അങ്ങനെയൊന്നുമില്ല. അത് അവരായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയപ്പം അറിയാണ്ട് ഒരു ദിവസം വിളിച്ചു പോയതാ. പക്ഷെ പിന്നെ അതങ്ങ് സുരാജനായിട്ടും ഫ്രണ്ട്ലി ആയി ഇതായിരിക്കും അവസ്ഥ. അങ്ങനെ എന്നെ എന്റെ ഭാഷ കൊണ്ട് ചിലപ്പോ കയറി അമ്മാവാ ജോക്കറേ എന്നൊക്കെ വിളിക്കും. അങ്ങനെയൊന്നുണ്ടോ? ഇല്ല, ഒന്നും വിളിക്കുന്നില്ല. മോൻ മഞ്ജിമനെ വിളിക്കുന്ന മണ്ടിമാന്നാണ്. അത് അവൻ അങ്ങനെ അറിയാണ്ട് വിളിച്ചു പോയത്. പക്ഷെ കറക്റ്റ് ആണ്. മഞ്ജിമെന്ന് പറയാൻ പറ്റാത്തോണ്ടാണ് അങ്ങനെ അറിയാണ്ട് പറഞ്ഞത്. എന്റെ ബലമായ ഡൗട്ട് പലരും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോന്നാണ്. എന്നാലും ഇപ്പൊ വളരെ സന്തോഷമല്ലേ ഇരുന്നിരുന്ന് നായികയായിട്ട് ചെയ്ത പടം ബമ്പർ ഹിറ്റ്. അതിൽ തന്നെ വലിയൊരു സന്തോഷം. തീർച്ചയായിട്ടും അത് ഇവരുടെ ഒരു സഹായത്തോടെ. നിങ്ങളല്ല, വിനീതേട്ടൻ, പ്രജിത്തേട്ടൻ, വിനോദേട്ടൻ, അവര് കാരണമാണ്. എല്ലാവർക്കും അപ്പൊ നന്ദി അറിയിച്ചിരിക്കുകയാണ്. നായകന്മാർ ഇവിടെ നിൽക്കുകയാണ്. ചോദിക്കണം. നിവിൻ പോളിയോട് ആദ്യം ആരാ ചോദിക്കുന്നത്? വരും. നിവിൻ പോളിയോട് ചോദ്യം ചോദിക്കാൻ നോക്കൂ. എന്താ ഗ്ലാമറിൽ വലിയ മാലയൊക്കെ കയറി വന്നേക്കാണ്. വിളിച്ചോ. എവിടെ സ്ഥലം?
ചോറ്റാനിക്കര. ഡെയിലി ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടോ? ക്ഷേത്രത്തിൽ അങ്ങനെ പോകാറില്ല, അതിൽ ടൈം കിട്ടുമ്പോൾ പോകാറുണ്ട്. എന്താ അങ്ങനെ പോകാറില്ല? എന്നുവെച്ചാൽ എനിക്കൊരു ഷോപ്പുണ്ട്, ഞാൻ ഷോപ്പിന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം, അടച്ചിട്ടൊക്കെ വേണം അമ്പലത്തിൽ പോകാൻ. ഓക്കെ. പിന്നെ എത്ര മക്കളുണ്ട്? 2 പേര്. എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നതാണ്? അല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. മക്കളുണ്ട്. അവര് ഒരാള് മൂത്തയാള് സ്നേഹ 6th-ലേക്കാണ്, ഇനി 6ാം ക്ലാസ്സിലേക്കാണ്. മോൻ 1st സ്റ്റാൻഡേർഡ്. ഹസ്ബൻഡ് കോണ്ടൂർ റെഡിമിക്സ് എന്ന് പറഞ്ഞ കോൺക്രീറ്റിന്റെ റെഡിമിക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. നല്ല കൈയടി കൊടുത്തു. ചേട്ടന്റെ പേര്? ഷാജി. അപ്പൊ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്ന പെട്ടെന്ന് സ്പീഡിൽ പറയാവോ? ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. അത് വേണ്ട. എന്താ ആ ക്ഷേത്രം ഇഷ്ടമല്ലേ? ശ്രീ വല്ലീശ്വരി ക്ഷേത്രമാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ വല്ലീശ്വരി ക്ഷേത്രം. ശരി, ശ്രീ വല്ലീശ്വരി ക്ഷേത്രം. അത് തെറ്റാതെ 10 പ്രാവശ്യം പറഞ്ഞു. ശ്രീ വല്ലീശ്വരി ക്ഷേത്രം. എങ്ങനെ? ശ്രീ വല്ലീശ്വരി ക്ഷേത്രം. ശ്രീ വല്ലീശ്വരി ക്ഷേത്രം. ശ്രീ വല്ലീശ്വരി ക്ഷേത്രം. ഇത് പറയുന്നുള്ള ഉറപ്പിച്ച്. അപ്പൊ നിവിനോട് എന്താ ചോദിക്കാനുള്ള? കുടുംബജീവിതമൊക്കെ എങ്ങനെ? നല്ല ഭംഗിയായിട്ട് പോകുന്നു? ഇതുവരെ നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. സിനിമയും കുടുംബജീവിതവും തമ്മിൽ എന്താ പറയുക, നമുക്ക് അവരോടുകൂടി സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ കൂടുതൽ ടൈം? കാര്യം ഇവർക്ക് പറ്റില്ല, കാരണം കട അടച്ചിട്ട് വേണം. തീർച്ചയായിട്ടും. ഞാൻ പകൽ ഡേ സമയത്തേ ഉള്ളൂ ഷോപ്പിൽ. നൈറ്റ് എപ്പോഴും വീട്ടിൽ കാണാറുണ്ട്. നിവിൻ പോളി നൈറ്റ് വീട്ടിലുണ്ടോ? അതെ, വൈഫിനും കൂടെ കൊണ്ടുപോകുമെന്നാണ് ചോദ്യം. സമയം ശരിക്കും ഫാമിലിയിലൂടെ നമുക്ക് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ലൊക്കേഷനിലൊക്കെ ഇവരെ കൊണ്ടുപോകാറുണ്ട്. ഇടയ്ക്ക് ഇവർ വരും. ഇപ്പോൾ വടക്കൻ സെൽഫിയുടെയും പ്രേമത്തിൻ്റെയും എല്ലാം ഇവിടെയുടെ ഷൂട്ടിനൊക്കെ ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം അങ്ങനെ നമ്മൾ എന്താണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും? മഞ്ജിമ നിൽക്കുകയാണ്, നമ്മളെ പുത്തൻ നായിക. പുതിയ നായികൾക്ക് നല്ല കൈയ്യടി കൊടുക്കാം. ഇനിയും നല്ല ഫിലിമുകൾ ചെയ്യാൻ സാധിക്കട്ടെ. 2 പേരും ചേർന്നിട്ട് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്? അതാർക്കും ഉണ്ടാവുമല്ലോ. ഉണ്ട്. അപ്പോൾ നിവിൻ്റെ അടുത്ത പടത്തിൽ നല്ലൊരു വേഷം തരും. പക്ഷെ ഞാൻ പറയുന്നത് തെറ്റാതെ പറയണം. ഡയലോഗ്. ഞാൻ ശ്രമിച്ചു നോക്കാം. ശരി. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിച്ചാലും പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ അരുത്. അത്രയും പറയണ്ട. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സത്യം. അത് പറയല്ല. അതാ ഇപ്പൊ നോക്കിക്കോ, ആള് പറയും. പറയാന്ന് പറഞ്ഞു. മഞ്ജിമ പറയാന്ന് പറഞ്ഞു. അല്ല, മഞ്ജിമ പറയാന്ന് പറഞ്ഞു. പറയും പഠിക്കേണ്ടാത്തതായിട്ട്. ആദ്യം മണ്ടിമ. കാര്യം വെച്ചാൽ എന്നെ പരിചയപ്പെടുത്തിയതാണ്. മഞ്ജിമ പറയാം. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. എന്താ നോക്കിയിരിക്കുന്നത്? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആദ്യം പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് ഇത്രയും കിടിലായിട്ട് പറയുന്ന ഒരു താരത്തിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. മഞ്ജിമ, നീ ഒരിക്കലും മണ്ടിമയല്ല, ബുദ്ധിയുള്ള മഞ്ജിമ തന്നെയാണ്. താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ ആർക്കെങ്കിലും? കാശ് ഒഴികെ എന്ത് വേണോ ചോദിക്കാം. വാ. എന്താ നീ ചാമ്പല്ലെങ്ങാനും കിടന്നിട്ടാണോ വന്നത്? പിന്നെ എന്തായിട്ട് ഇതെന്താ കോസ്റ്റ്യൂം? നിന്റെ ബാക്ക് കാണാനാണോ ആൾക്കാർ വന്നിരിക്കുന്നത്? ഫ്രണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇങ്ങനെ അങ്ങ് പിടിക്കുകയാണ്. ഇതെന്താ? ഇതൊക്കെ വിട്ടേക്കേ. നീ മര്യാദയ്ക്ക് നിന്നാ മതി. എന്താ പേര്? ശരൺ. എത്രാം ക്ലാസ് പഠിക്കുന്നു? 4. ഇതെന്തിനാ എപ്പോഴും ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കും? ഡാൻസ് ചെയ്യുമോ? ഒന്നുമില്ല. സ്റ്റേജിൽ ചെയ്യാറില്ല, വീട്ടിലൊക്കെ ചെയ്യും. ബാത്റൂം സിംഗറെ പോലെ ബാത്റൂമിലാണോ ഡാൻസ്? അല്ല, ബാത്റൂമിലും ചെന്ന് ഇപ്പോൾ വഴുക്കുള്ള ടൈൽസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അവിടെയും ചെന്ന് ഡാൻസ് ചെയ്യരുത്, തലയടിച്ച് അതിനകത്തെങ്ങാനും പോകും കേട്ടോ. അപ്പോൾ എന്തായാലും നിവിൻ പോളിയോട് എന്താണ് ചോദിക്കാനുള്ളത്? സാറ് കല്യാണം കഴിച്ചാണോ? നീ അത് എന്തുദ്ദേശത്തിലാ ചോദിച്ച? ഇത്രയും നേരം കല്യാണത്തിന്റെ കാര്യങ്ങളല്ലേടാ പറഞ്ഞുകൊണ്ടിരുന്നത്? മോന്റെ പേര് ഒരിക്കലും കൂടെ പറഞ്ഞു കൊടുക്ക്. എൻ്റെ പൊന്ന് ശരണെ, കല്യാണം കഴിച്ചതാണോ എന്ന് കണ്ടിട്ട് തോന്നുന്നില്ലേ? കണ്ടു കഴിഞ്ഞാൽ ഗ്ലാമർ കൊച്ചു കുട്ടനെ പോലെ നമുക്ക് തോന്നും. എൻ്റെ പൊന്നു മോനെ കല്യാണം കഴിച്ച ഒരു കുഞ്ഞുള്ളതാ. അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കും. കല്യാണം കഴിച്ച് എനിക്കൊരു മോനുണ്ട്. മോന് 3 വയസ്സാവാറായി. വേറെ എന്തെങ്കിലും? ദാവീദ്. മോന്റെ പേര് ദാവീദ്.
ഭാര്യയുടെ ഏതാ? റിന്ന. ഇനി ചേച്ചിയുടെ ചോദിക്കും കല്യാണം കഴിച്ചതാണോ? ചേച്ചി കല്യാണം കഴിച്ചാണോ? ഇല്ല. ഇതാ എന്താണ് ഇവന്റെ വീട്ടിൽ നിന്ന് ഇത് മാത്രം ചോദിക്കാനായിട്ട് പറഞ്ഞു വിട്ടേക്കാം. എല്ലാരും കല്യാണം കഴിച്ചാന്ന് ചോദിക്കും. എന്നിട്ട് വേണം അച്ഛൻ ഇങ്ങോട്ട് വന്ന് എല്ലാരും ഒന്ന് കാണാൻ. അങ്ങനെ ഉണ്ടോ? ഇത് ഓക്കെ, താങ്ക് യു. ഈ ഒറ്റ ചോദ്യമേ അവൻ ചോദിച്ചുള്ളൂ, വേറെ ആർക്കും ചോദ്യങ്ങളില്ലല്ലോ. അശ്വതിക്ക് എന്തോ പറയാനുണ്ടെന്ന്. മഞ്ജിമ വന്ന ഉടനെ എന്റെ ഏതോ ഡയലോഗും കാണാതെ പഠിച്ചുകൊണ്ട് പറയണത് എന്തോ കാണാതെ പഠിച്ചൊന്നല്ല, ഞാൻ പറയായിരുന്നു ഈ ചെറുപ്പത്തില് ഭയങ്കര അല്ല, ചെറുപ്പത്തിൽ അത്ര സൗന്ദര്യം ഇല്ലാത്ത കുട്ടികള് വളർന്നു വരുമ്പോഴേക്കും മുടിഞ്ഞ ഗ്ലാമർ ആയിരിക്കണം. അല്ലേ? പക്ഷെ അത് മഞ്ജിമയുടെ കാര്യത്തിൽ അല്ല, മഞ്ജിമയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ പറയാൻ വന്നത്. ഇതാണെങ്കിൽ ചെറുപ്പത്തിലും ഗ്ലാമർ, വലുതായപ്പോ അതിലും ഗ്ലാമർ. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാം. പക്ഷെ ഇവളുടെ കാര്യത്തിൽ അത് ഫുള്ള് ചെറുപ്പത്തിലും ഗ്ലാമർ ഇല്ല, ഈ പ്രായമായപ്പോഴും ഗ്ലാമർ ഇല്ല. എപ്പോഴാണാവോ ഗ്ലാമർ എന്നാണാവോ ഒന്ന് കാണാൻ പറ്റുക. ഇത് കോമഡി സൂപ്പർ നൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ്. സുരാജേട്ടൻ എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ആളാണ്. ഞങ്ങൾ ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. വടക്കൻ സെൽഫി ക്ഷമിക്കണം, ഒരു ഫ്ലാറ്റിൽ രണ്ടുപേരും അല്ല, ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ ഒരെണ്ണം ഉണ്ടെന്ന് ഒരെണ്ണം ഉണ്ട്. അപ്പോൾ വടക്കൻ സെൽഫി റിലീസ് ചെയ്ത് നമ്മളെല്ലാവരും വീട്ടിലുള്ള സമയത്ത് സുരാജേട്ടൻ പടം കാണുകയും ആ പടം നന്നായി എന്ന് വീട്ടിൽ വന്ന് പറയുകയും ചെയ്ത ആളാണ്. എൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും സിനിമ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ അഭിപ്രായം വിളിച്ചറിയിക്കുന്ന ആണ് സുരാജേട്ടൻ. അപ്പോൾ ഒരുപാട് സന്തോഷം. സുരാജേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിലും കോമഡി സൂപ്പർ നൈറ്റിനും ഈ ഫ്ലവേഴ്സ് ചാനലിനും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി. പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങൾ എൻജോയ് ചെയ്തു നന്നായിട്ട്. മഞ്ജിമയുടെ വരവോടുകൂടി മറ്റ് നായികമാർക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. മഞ്ജിമയെ കൂടുതൽ തമിഴിലേക്കാണ് തുടങ്ങി. മലയാളത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. നമ്മളാരും ഉപദ്രവിക്കാതെ മത്സരിക്കാനില്ല, സൈഡ് വഴി കയറി ഒന്നാം സ്ഥാനം എത്തുക, അതാണ് നമ്മുടെ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലെ ചിരി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ്.